ഗുഡ് മോർണിംഗ്. മോറൽസ് ആൻഡ് മൊറാലിറ്റി. ലെറ്റ് സ്റ്റാർട്ട് റിവിഷൻ. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യാം. എല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. ഓൾറെഡി ഞാൻ വീഡിയോ റെക്കോർഡ്സ് തന്നതും ഓഫ്ലൈൻ ക്ലാസ്സസ് എടുത്തതൊക്കെയാണ്. എങ്കിലും റിവിഷൻ്റെ ഭാഗമായിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് നോക്കാം. മോറൽസ് ആൻഡ് മൊറാലിറ്റി. ഫസ്റ്റ് പോയിൻ്റ് നമുക്കതാണ്. നമ്മൾ ഫസ്റ്റത്തെ മൊഡ്യൂൾ, ആകെ നമുക്ക് 5 മൊഡ്യൂൾസാണുള്ളത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ എന്താണുള്ളത്? ഹ്യൂമൻ വാല്യൂസ് ആണ് പറയുന്നത്. ഹ്യൂമൻ വാല്യൂസ്, നമ്മൾ ആസ് എ ഹ്യൂമൻ ബീയിങ് നമുക്ക് എന്തൊക്കെ വാല്യൂസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനുണ്ട്. നമ്മൾ സൊസൈറ്റിയിൽ നന്നായിട്ട് ജീവിക്കണമെങ്കിൽ, സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ വി ഹാവ് ടു പ്രാക്ടീസ് സം വാല്യൂസ്. നമ്മൾ സൊസൈറ്റിയുമായിട്ട് കോഓപ്പറേറ്റ് ചെയ്ത് പോകണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറേ മോറൽസും വാല്യൂസും ഒക്കെ ഫോളോ ചെയ്യാനുണ്ട്. പിന്നെ നമ്മളൊരു വർക്ക് സ്പേസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഏതെങ്കിലും ഒരു ഫോമിൽ നമ്മൾ ജോബിന് കയറി കഴിഞ്ഞാൽ വി ഷുഡ് കോഓപ്പറേറ്റ് വിത്ത് ദം, കണക്റ്റഡ് ആയിട്ടിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് കുറേ ഇഷ്യൂസ് ഉണ്ടാവും, അതൊക്കെ നമ്മൾ തന്നെ സോൾവ് ചെയ്യേണ്ടതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ പറയുന്നത്. മോറൽസ് ആൻഡ് മൊറാലിറ്റിയിൽ പറയുന്നതെന്ന് വെച്ചാൽ വാട്ട് ഈസ് മോറൽ എന്നാണ് ആദ്യത്തെ പോയിൻറ്റ്. വാട്ട് ഈസ് മോറൽസ് ഓർ വാട്ട് ഈസ് മൊറാലിറ്റി? നമ്മൾ സമൂഹത്തിനോട് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആസ് എൻ ഇൻഡിവിജ്വൽ ശരിയും തെറ്റുമായിട്ടുള്ള കാര്യം അത് ശരിയാക്കുന്നതും തെറ്റാക്കുന്നതിനും കുറേ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾസിനെയാണ് മോറൽസ് എന്ന് വിളിക്കുന്നത്. ഒരു കാര്യം ശരിയാണ് തെറ്റാണെന്ന് പറയണമെങ്കിൽ കാര്യങ്ങളുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനെയാണ് മോറൽസ് ഓർ മൊറാലിറ്റി എന്ന് പറയുന്നത്. A thought, word or action is considered to be morally good if it agrees with the general perception of what is right and what is wrong. ജനറലി ശരി തെറ്റ് എന്നുള്ളതിന് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പെർസെപ്ഷനുണ്ട്. ആ പെർസെപ്ഷനെ എഗെയിൻസ്റ്റ് ആണോ അല്ലെങ്കിൽ എഗ്രി ചെയ്യുന്നുണ്ടോ അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ശരിയും തെറ്റും മനസ്സിലാക്കുക. പ്രിൻസിപ്പിൾസ് ആർ ടീച്ചിങ് ഓഫ് വൈസ് മെൻ, റിലീജിയസ് ലീഡേഴ്സ് എറ്റ്സെട്ര. അധിക മോറൽ പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിക്കുന്നത് നമ്മളുടെ എൽഡേഴ്സിൽ നിന്നാണ്. നമ്മളെല്ലാ വാല്യൂസും മോറൽസും ഹ്യൂമാനിറ്റിയും ഒക്കെ നമ്മൾ തുടങ്ങുന്ന സ്ഥലം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ചൈൽഡ്ഹുഡ് മുതലേ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഓരോന്നും പഠിക്കുന്നത്. പിന്നെ ആഫ്റ്റർ ദാറ്റ് നമ്മൾ സ്കൂളിംഗ് ചെയ്യും. ആ സമയത്ത് നമുക്ക് അവിടെ നമ്മളുടെ കൊലീഗ്സ് അല്ലെങ്കിൽ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന, കൂടെ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അവരുടെ ബിഹേവിയറും അവരുടെ വാല്യൂസും നോക്കിയിട്ട് നമ്മൾ കുറേയൊക്കെ ഒരുപാട് കാലം നമ്മൾ അവരോട് ഒത്തു പഠിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? അവർ ചെയ്യുന്ന കാര്യങ്ങളിലോട് കുറച്ചൊരു ഇതുണ്ടാവും, കുറച്ചൊരു ചായ്വ് വരും എന്ന് പറയില്ലേ. വാല്യൂസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വാല്യൂസും പ്രിൻസിപ്പിൾസ് തന്നെയാണ്. എന്തിനെ കുറിച്ചിട്ട്? നമ്മൾക്ക് ജീവിതത്തിൽ എന്താണോ ഇമ്പോർട്ടൻറ്റ് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ കാര്യങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യുന്ന കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതാണ് വാല്യൂസ്. നമ്മളൊരു സൊസൈറ്റിയിൽ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ നമുക്ക് സൊസൈറ്റിയുടെ നിയമങ്ങൾ, സൊസൈറ്റിയുടെ റൂൾസൊക്കെ പാലിക്കണം. ദേ ഹെൽപ്പ് us promoting our well-being. Values are more concerned with what is morally right. മോറലി റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും വാല്യൂസ് ആയിട്ട് വരാം. പേഴ്സണൽ വാല്യൂസ് മേ ബി ഡിഫറെൻറ്റ് ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ. ഓരോ ഇൻഡിവിജ്വലിനും പേഴ്സണൽ വാല്യൂസ് ഡിഫറെൻ്റ് ആണ്. എത്തിക്സ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ദ വേർഡ് കെയിം ഫ്രം ഓർ ഡിറൈവ്ഡ് ഫ്രം ഇത്തോസ്. Ethics is the set of codes of conduct or moral principles with which behavior can be analyzed or good or bad. ഇതും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു. ഇത് ലിസ്റ്റ് ഓഫ് ബിഹേവിയറാണ്. നമ്മളുടെ ബിഹേവിയർ എങ്ങനെയൊക്കെ മോറൽ പ്രിൻസിപ്പിൾസ് ആയിട്ട് നമ്മളുടെ കോഡ്സ് ഓഫ് കണ്ടക്ട്, നമ്മളെങ്ങനെ പെരുമാറണം എന്നുള്ള ചട്ടങ്ങൾ എന്ന് പറയില്ലേ, അതാണ് എത്തിക്സിൽ വരുന്നത്. ഇറ്റ് ടീച്ചസ് ദ വെൽ ഡിസിപ്ലിൻഡ് ബിഹേവിയർ ആൻഡ് ഹൗ ടു ആക്ട് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻസ്. Ethics is based on logic and reason. Often morals and values contribute to ethics. മോറൽസും വാല്യൂസും എത്തിച്ചേരുന്നത് നമ്മളെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എത്തിക്സിലേക്കാണ്.
നെക്സ്റ്റ് ഇസ് ഇൻറ്റഗ്രിറ്റി. ഇൻറ്റഗ്രിറ്റി ഈസ് എ ക്യാരക്ടർ. അത് നമ്മളുടെ ഓരോരുത്തരുടെയും ക്യാരക്ടറാണ്. നമ്മളുടെ എത്രത്തോളം സത്യസന്ധത ഉണ്ട്, നമ്മളുടെ ഒരു ആർജവമാണ്, നമ്മൾ എത്രത്തോളം ജെന്യൂനാണ് എന്നുള്ളതാണ് ഇൻറ്റഗ്രിറ്റിയിൽ പറയുന്നത്. അതിൽ തന്നെ വ്യത്യസ്തപരം 4 ടൈപ്സ് ഉണ്ട്. പ്രൊഫഷണൽ ഉണ്ട്, പൊളിറ്റിക്കൽ ഉണ്ട്, അക്കാഡമിക് ഉണ്ട്, ഇൻറ്റഗ്രിറ്റി ഇൻ ഡെയിലി ട്രാൻസാക്ഷൻസ്. ഓരോ കാര്യവും നമ്മൾ നോക്കുന്നുണ്ട്. വർക്ക് എത്തിക്സ് അടുത്തതാണ്. വർക്ക് എത്തിക്സ് നമ്മൾ ഒരു ഫേമിൽ ജോബിന് കയറി കഴിഞ്ഞാൽ ആ വർക്ക് പ്ലേസിന് കുറേ കോഡ്സ് ഓഫ് കണ്ടക്ട്സ് ഉണ്ട്, കുറേ എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സ് നമ്മൾ ഫോളോ ചെയ്യണം. ചിലപ്പോൾ അത് നമ്മൾക്ക് യോജിച്ചതായിരിക്കില്ല, ചിലപ്പോൾ അത് നമ്മൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളതും ആവാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് പറയുക, മെഡിക്കൽ എത്തിക്സ് ഉണ്ട്, എഞ്ചിനീയറിംഗ് എത്തിക്സ് ഒക്കെ എക്സാമ്പിൾസ് ആണ്. അതായത് ഒരു മെഡിക്കൽ ഓഫീസർ, അതായത് ഒരു ഡോക്ടർ എങ്ങനെ പെരുമാറണം, ഡോക്ടർക്ക് എപ്പോഴും സാധാരണ പറയാറുണ്ടല്ലേ, ഡോക്ടേഴ്സൊക്കെ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം, ഒരു പേഷ്യൻറ്റിന് എപ്പോൾ വിളിച്ചാലും ഡോക്ടേഴ്സിനെ കിട്ടണം എന്നൊക്കെ. അതൊരു എത്തിക്കൽ ഫോമാണ് അവരുടെ. എഞ്ചിനീയറിംഗ് എത്തിക്സിൽ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുക. എഞ്ചിനീയറിംഗ് എത്തിക്സിൽ അവർ ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങൾ കുറേ ഡ്യൂറബിലിറ്റി ഉള്ളതാവണം അല്ലേ, അങ്ങനെയുള്ളത്. എ സ്ട്രോങ് സെറ്റ് ഓഫ് വർക്ക് എത്തിക്സ് പ്രൊമോട്ട്സ് ദ വെൽബീയിങ് ഓഫ് എംപ്ലോയീസ്, ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ് ആൻഡ് അഡ്വാൻസ്മെൻറ്റ് ഓഫ് സൊസൈറ്റി. നല്ല വർക്ക് എത്തിക്സ് ഉണ്ടെങ്കിൽ ഓരോ എംപ്ലോയിക്കും അവിടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാനുള്ള താല്പര്യം കൂടും. ഇനി ബേസിക് എലമെൻറ്റ്സ് ഓഫ് എ വെൽ ഫോംഡ് കോഡ് ഓഫ് വർക്ക് എത്തിക്സ് ഇൻ ഓർഗനൈസേഷൻ ആർ integrity and loyalty, professionalism, respect and care, cooperation, fairness, trustworthiness. ഇത്രയും കാര്യങ്ങളാണ് വർക്ക് എത്തിക്സിന് ഭാഗമായിട്ട് ഓരോ എംപ്ലോയിക്കും ഉണ്ടാവുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം. ഇൻറ്റഗ്രിറ്റി ആൻഡ് ലോയൽറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ വർക്ക് പ്ലേസിൽ നമ്മൾ എത്രത്തോളം ഓണസ്റ്റ് ആണെന്നുള്ളത്. പ്രൊഫഷണലിസം എന്ന് പറയുമ്പോൾ നമുക്ക് കോവർക്കേഴ്സ് ഉണ്ടാവും, നമ്മൾ അതിനോട് കോമ്പറ്റൻറ്റ് ഫോമിലായിരിക്കും നമ്മൾ പ്രവർത്തിക്കുക, കുറച്ച് കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവും. എ പ്രൊഫഷണൽ ഈസ് കൺസിസ്റ്റൻറ്റ് ആൻഡ് ഹീ ഈസ് റെഡി ടു ടേക്ക് റെസ്പോൺസിബിലിറ്റീസ്. റെസ്പെക്റ്റ് ആൻഡ് കെയർ, പരസ്പരം റെസ്പെക്റ്റ് ചെയ്യണം, നമ്മൾ പരസ്പരം കെയർ ചെയ്യണം. അവരോട് കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും നമ്മുടെ മാനേജറായാലും അല്ലെങ്കിൽ നമ്മളുടെ എംപ്ലോയീസ് ആയാലും നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവരോടും നല്ല റെസ്പെക്റ്റോട് കൂടിയിട്ടായിരിക്കണം പെരുമാറേണ്ടത്. കോഓപ്പറേഷൻ, പല ക്വസ്റ്റ്യൻസും പല അഭിപ്രായങ്ങളും വരുന്ന സമയത്ത് നമ്മൾ അതിനോടൊക്കെ കോഓപ്പറേറ്റ് ചെയ്യണം. നമുക്ക് യോജിപ്പുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അതിനോട് നല്ല രീതിയിൽ, ഇനി അഥവാ യോജിപ്പില്ലെങ്കിൽ കൂടി നല്ല രീതിയിലായിരിക്കണം നമ്മൾ അവരോട് അത് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഫെയർനെസ്, കോഓപ്പറേഷൻ പോലെ തന്നെയാണ് ഫെയർനെസ്സും. എല്ലാവർക്കും തുല്യ നീതിയിലായിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഒരാൾക്ക് ഒരുപോലെ മറ്റൊരാൾക്ക് വേറൊരു പോലെ എന്നാവുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ വരാം. ട്രസ്റ്റ് വർത്തിനെസ്, ഇറ്റ് ഈസ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് സംവൺസ് ആക്ഷൻസ് ക്യാൻ ബി റിലൈഡ് ഓൺ ദ ആബ്സെൻസ് ഓഫ് കൺട്രോൾ. ഒരാളുടെ കൺട്രോൾ ഇല്ലാത്ത സമയത്തും നമ്മൾ സത്യസന്ധരായിരിക്കുക എന്നുള്ളതാണ് ട്രസ്റ്റ് വർത്തിനെസ്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സർവീസ് ലേണിംഗ്. നമ്മളൊരു സർവീസ് പഠിക്കുന്നത് എങ്ങനെയാണ്? Service learning is a structured learning approach that incorporates community service along with formal instruction and explicit learning objectives. It involves identifying the concerns of the community, addressing them using the technical knowledge and reflecting on the experience. It's a part of experiential learning. സർവീസ് ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വർക്ക് പഠിക്കുക, ആ വർക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. അതുപോലെ തന്നെയാണ് എൻജിനീയറിങ്ങിലും സർവീസ് പഠിക്കുന്നത്. നമ്മൾ ആ ജോബിന് ഇറങ്ങിക്കഴിഞ്ഞാലാണ്, എക്സ്പീരിയൻസിലൂടെയാണ് നമ്മളത് മനസ്സിലാക്കിയെടുക്കുന്നത്. നമ്മൾ പിന്നെ നമ്മൾക്കും കുറച്ചും കൂടെ സീനിയർ ആയിട്ടുള്ള വർക്ക് ഓഫീസേഴ്സിനെ കാണുന്നുണ്ടാവും ദിവസവും നമ്മളുടെ ഓഫീസിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ. അപ്പോൾ നമ്മൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ശരിയായ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും നമ്മൾ സർവീസ് പഠിക്കും. ത്രൂ സർവീസ് ലേണിംഗ് student is able to understand the relevance and the context in which service is provided, reflect on the experience the service offers and the impact on academics,
ഡെവലപ്പ് സോഷ്യൽ അവെയർനെസ് ആൻഡ് സിവിക് സ്കിൽസ്, അഡ്രസ് ദ കൺസേൺസ് ഓഫ് ദ സൊസൈറ്റി. നമ്മളൊരു ജോബിനൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ, നമ്മൾക്ക് അക്കാഡമിക്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്തായിരിക്കും, കുറച്ചും കൂടെ ഒരു ചെറിയ മൈൻഡായിരിക്കും, അതായത് കുട്ടിത്തമായിരിക്കും. ആഫ്റ്റർ ദാറ്റ് നമ്മളൊരു ജോബിന് കയറി കഴിഞ്ഞാൽ നമുക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് വന്നു, പിന്നെ നമ്മളൊരു വലിയൊരു ഇൻഡിവിജ്വലായിട്ട് മാറും. അത് തന്നെയാണ് സർവീസ് ലേണിങ്ങിലൂടെയും നമ്മൾക്ക് കിട്ടാൻ പോകുന്നത്. എക്സ്പീരിയൻസിലൂടെ സർവീസ് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു തരും. എങ്ങനെ ഒരാളോട് പെരുമാറണം, എങ്ങനെ ഈ ഒരു വർക്ക് സ്പേസിലെ ഇഷ്യൂസ് നമ്മൾ സോൾവ് ചെയ്യണം, അതൊക്കെ നല്ല ബോൾഡായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ സൊസൈറ്റിയുമായിട്ടുള്ള പെരുമാറ്റം പോലെ നമ്മളത് മാറും. നെക്സ്റ്റ് സിവിക് വെർച്യൂ. സിവിക് വെർച്യൂസ് എന്ന് പറയുമ്പോൾ അതും മോറൽ ഡ്യൂട്ടീസ് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ഓഫ് റൈറ്റിയസ് ബിഹേവിയർ. ശരി, ഒരു ഇൻഡിവിജ്വൽ സമൂഹത്തോട് ആസ് എ ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ ആസ് എ സിറ്റിസൺ നമ്മളുടെ കൺട്രിയോട് നമുക്ക് എങ്ങനെയൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ എൻവയൺമെൻറ്റിനോട് നമുക്ക് എങ്ങനെയൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മളുടെ ബാധ്യത എന്നുള്ളതാണ് സിവിക് വെർച്യൂസിൽ പറയുന്നത്. ദേ ആർ ഹാബിറ്റ്സ് ഓഫ് സിറ്റിസൺസ് ദാറ്റ് കൺട്രിബ്യൂട്ട് ടു ദ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. സിവിക് നോളജും സെൽഫ് റെസ്ട്രെയിൻറ്റും അതാണ് രണ്ട് കാറ്റഗറൈസേഷൻ സിവിക് വെർച്യൂസിൻ്റെ. ഫസ്റ്റ് സിവിക് നോളജ് വേണം, പിന്നെ അത് നമ്മൾ സ്വയം പ്രാവർത്തികമാക്കണം. A citizen must be aware of his rights, duties and responsibilities. He should know the Constitution of India and be aware of the responsibilities of the government. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെയും പിന്നെ അതുകൂടാതെ നമുക്കുണ്ടാകുന്ന ഗവൺമെൻറ്റിനോടുള്ള നമ്മളുടെ ബാധ്യതകളെ പറ്റിയിട്ട് മനസ്സിലാക്കണം. സെൽഫ് റെസ്ട്രെയിൻഡ് എന്ന് പറയുമ്പോൾ in democratic setup we have limited government and it ensures equal rights and freedom for all of us. The citizens should control or restrain ourselves from untoward activities to maintain safety and law and order. പിന്നെ സിവിക് വെർച്യൂസിൽ അടുത്ത ഒരു കാറ്റഗറൈസേഷൻ എന്താണ്, സെൽഫ് അസേർഷൻ, സെൽഫ് എസ്റ്റീം. നമ്മൾ സെൽഫ് എസ്റ്റീം വിട്ടിട്ട് ഒരു കാര്യം ചെയ്യില്ലല്ലേ. സെൽഫ് എസ്റ്റീമിൽ നിന്ന് തന്നെയാണ് സെൽഫ് അസേർഷനും വരിക. വി മസ്റ്റ് റെസ്പെക്റ്റ് അവർ സെൽസ് ആൻഡ് അവർ റൈറ്റ്സ്. നമ്മൾ ആദ്യം കരുതുക, അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരോട് കരുതൽ വരിക. സെൽഫ് റിലയൻസ് എന്താണ്, ഒരാളെ സപ്പോർട്ട് ചെയ്യാനുള്ള ദീർഘദൃഷ്ടിയാണ് സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത്. എ സിറ്റിസൺ ഷുഡ് ബി കെയർഫുൾ നോട്ട് ടു ബി എ ബർഡൻ ടു ദ സൊസൈറ്റി. ഒരിക്കലും നമ്മൾ സൊസൈറ്റിക്ക് ഒരു ബാധ്യത ആവാൻ പാടില്ല. ഇനി ഇമ്പോർട്ടൻറ്റ് സിവിക് വെർച്യൂസ് ആണ് പറയുന്നത്. റെസ്പെക്ട് ഫോർ അതേഴ്സ്, ലിവിങ് പീസ്ഫുള്ളി, കെയറിങ് ആൻഡ് ഷെയറിങ്, ഓണസ്റ്റി, കറേജ്. കറേജ് പല അവസ്ഥകളിലും കാണുന്നുണ്ട്. കറേജ് ആസ് എ പാർട്ട് ഓഫ് ഡ്യൂട്ടി, കറേജ് ടു ഫേസ് ഫിസിക്കൽ ചാലഞ്ചസ്. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും ഫിസിക്കലി, അതൊക്കെ നമ്മൾ കറേജിയസ് ആയിട്ട് ഫേസ് ചെയ്യാം. കറേജ് ഇൻ എ സോഷ്യൽ കോണ്ടെക്സ്റ്റ്, ഇൻ്റലക്ച്വൽ കറേജ്. നെക്സ്റ്റ് ഇസ് വാല്യൂയിങ് ടൈം. ദർ ആർ സം വേസ് ടു യൂട്ടിലൈസ് ദ ടൈം എഫക്റ്റീവ്ലി ആസ് ഗിവൻ ബിലോ. എങ്ങനെയാണ് നമ്മൾ ടൈമിനെ വാലുവേറ്റ് ചെയ്യുന്നത്? There are some ways to utilize the time effectively as given below. Be aware that time is a perishable resource. Get your priorities right. Be punctual, plan in advance, get rid of delay. മെയിനായിട്ടുള്ള കാര്യം നമ്മൾ ഡിലേ ചെയ്യരുത് എന്നുള്ളതാണ്. എല്ലാം കറക്റ്റ് ടൈമിന് കൊടുക്കുക, ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. ഇനി വാല്യൂ ഓഫ് ടൈം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാനാണ് പറയുന്നത്. ഇഫ് യു വോണ്ട് ടു നോ ദ വാല്യൂ ഓഫ് 1 year, ജസ്റ്റ് ആസ്ക് എ സ്റ്റുഡൻറ്റ് ഹൂ ഫെയിൽഡ് എ കോഴ്സ്. ഒരു വർഷം തോറ്റിട്ടുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് അല്ലെങ്കിൽ ഏതൊരു കോഴ്സിൽ 1 year തോറ്റിട്ടുള്ള ഒരാളോട് ചോദിച്ചാൽ മനസ്സിലാവും ഒരു വർഷത്തിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത്. 1 monthൻ്റെ വാല്യൂ ആണ് അറിയണമെങ്കിൽ ഒരു അമ്മയോട് ചോദിച്ചാൽ മതി. പ്രീമെച്യൂർ ബേബീനെ പ്രസവിച്ച ഒരു അമ്മയോട് ചോദിച്ചാൽ മതി. തികയാതെ പ്രസവിച്ച ഒരു കുട്ടീൻ്റെ അമ്മയോട് ചോദിച്ചാൽ മതി എന്ത് 1 monthൻ്റെ വാല്യൂ എന്താണെന്നുള്ളത്. ഇഫ് യു വോണ്ട് ടു നോ ദ വാല്യൂ ഓഫ് 1 hour, ആസ് ദ ലവേഴ്സ് വെയിറ്റിംഗ് ടു മീറ്റ്. ഒരു അവറിൻ്റെ വാല്യൂ അറിയണമെങ്കിൽ ലവേഴ്സ് ഒരു പരസ്പരം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ലവേഴ്സിനോട് ചോദിച്ചാൽ മതി. ഇഫ് യു വോണ്ട് ടു നോ ദ വാല്യൂ ഓഫ് 1 minute, ആസ് ദ പേഴ്സൺ ഹു ജസ്റ്റ് മിസ് ദ ബസ്. ഒരു മിനിറ്റിൻ്റെ വാല്യൂ അറിയണമെങ്കിൽ ബസ്
മിസ്സായി പോയിട്ടുള്ള വ്യക്തിയോട് ചോദിച്ചാൽ മതി. ഇഫ് യു വോണ്ട് ടു നോ ദ വാല്യൂ ഓഫ് 1 second, ആസ് ദ പേഴ്സൺ ഹു ജസ്റ്റ് എസ്കേപ്പ് ഡെത്ത് ഇൻ എ കാർ ആക്സിഡൻറ്റ്. ഒരു സെക്കൻഡിൻ്റെ വാല്യൂ അറിയണമെങ്കിൽ ഒരു ആക്സിഡൻറ്റിൽ നിന്ന് പെട്ടെന്ന് എസ്കേപ്പ് ആയിപ്പോയ ഒരാളോട് ചോദിച്ചാൽ മതി. ആൻഡ് ഇഫ് യു വോണ്ട് ടു നോ ദ വാല്യൂ ഓഫ് 1/100th of a second, ആസ് ദ അത്ലറ്റ് ഹു വൺ എ സിൽവർ മെഡൽ ഇൻ ദ ഒളിമ്പിക്സിൽ സിൽവർ മെഡൽ നേടിയിട്ടുള്ള ആളോട് ചോദിച്ചാൽ ഒരു സെക്കൻഡിന് 100 ഭാഗത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ പറ്റും. ഇനി കോപ്പറേഷനാണ് നെക്സ്റ്റ് പോയിൻ്റ്, ഇമ്പോർട്ടൻറ്റ് സിവിക് വെർച്യൂസിൽ. കോപ്പറേഷൻ ഇസ് എ മസ്റ്റ് ആൻഡ് ഇന്നെവിറ്റബിൾ തിങ്, അല്ലേ? പരസ്പരം കോഓപ്പറേറ്റ് ചെയ്യാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. സക്സസ് തന്നെ കോപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് കിട്ടുന്നത്. ഏതൊരു ജോബിനും നമുക്ക് കോപ്പറേഷൻ നിർബന്ധമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചിട്ട് ജീവിക്കുക എന്നുള്ളത്. നെക്സ്റ്റ് ഇസ് കമ്മിറ്റ്മെൻറ്റ്. നമുക്ക് കമ്മിറ്റഡാണ്, നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമ്മൾ കമ്മിറ്റഡാണ്. നമുക്ക് ആ കോഡ് ഓഫ് എത്തിക്സ് ഒക്കെ ഫോളോ ചെയ്ത് നമ്മൾ ആ ജോലിയുടെ കമ്മിറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വേണം നമ്മളെ പേഴ്സണൽ കാര്യങ്ങൾ പോലും നോക്കാൻ. നെക്സ്റ്റ് ഇസ് Allen and Mayer proposed a 3-component model for organizational commitment. ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതിന് അലൻ ആൻഡ് മേയർ കുറച്ച് ടൈപ്സ് കാണിച്ചു തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? എഫക്റ്റീവ് കമ്മിറ്റ്മെൻറ്റ്, കണ്ടിന്യൂവൻസ് കമ്മിറ്റ്മെൻറ്റ്, പിന്നെയോ കണ്ടിന്യൂവൻ കമ്മിറ്റ്മെൻറ്റിനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. എഫക്റ്റീവ് കമ്മിറ്റ്മെൻറ്റിൽ എന്താ വരുന്നത്? ഹാപ്പൻസ് വെൻ ആൻ എംപ്ലോയി ലവ്സ് ഹിസ് ജോബ് ആൻഡ് ഇസ് അലൈൻഡ് വിത്ത് ദ ഓർഗനൈസേഷൻ ഗോൾസ് ആൻഡ് വാല്യൂസ്. കമ്മിറ്റ്മെൻറ്റ് ഡ്യൂ ടു എഫെക്ഷൻ ആൻഡ് കോൺട്രിബ്യൂട്ട്സ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ചെയ്യുന്ന ജോലിയോട് അത്രയും ഇഷ്ടം ഉണ്ടായിട്ട് അയാളെല്ലാം കാര്യങ്ങൾ ഓർഗനൈസേഷൻ്റെ ഗോളൊക്കെ ഫോളോ ചെയ്യുന്നത്. പിന്നെ എന്താണ്? ലോസ് മേ ബി ഫിനാൻഷ്യൽ, കരിയർ ഓറിയൻറ്റഡ് ഓർ സൊസൈറ്റൽ. നഷ്ടം വരുന്നത് ഫിനാൻഷ്യലി, കരിയർ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ സോഷ്യലായിട്ടുള്ള കാര്യമായിട്ട് മാറുന്നത്. പിന്നെയോ കമ്മിറ്റ്മെൻറ്റ് ഹാപ്പൻസ് വെൻ ദ എംപ്ലോയീസ് ഫീൽസ് ഒബ്ലിഗേറ്റഡ് ഓർ ഡ്യൂട്ടി ബൗണ്ട് ടു സ്റ്റേ വിത്ത് ഓർഗനൈസേഷൻ ഈവൻ ഇഫ് ഈസ് അൺഹാപ്പി. ഇഷ്ടമില്ലാത്ത സമയത്തും ഡ്യൂട്ടി ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് വേറൊരു കമ്മിറ്റ്മെൻറ്റിൻ്റെ എക്സാമ്പിൾ. അതായത് നമ്മൾ ആ ജോലിയോട് കൂറ് പുലർത്തണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പം സന്തോഷമില്ലെങ്കിലും കണ്ടിന്യൂ ചെയ്ത് പോകണം, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഇസ് എംപതി. എംപതി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ. എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു ഇമാജിൻ വൺസെൽഫ് ഇൻ അനദേഴ്സ് പ്ലേസ്. മറ്റൊരാൾക്ക് വന്ന വിഷമങ്ങൾ, മറ്റൊരാളുടെ ഫീലിങ്സ് നമ്മൾ മനസ്സിലാക്കുന്നതിനെയാണ് എംപതി എന്ന് പറയുന്നത്. കോൺഫിഡൻസ് എപ്പോഴും ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കണം. അത് അയാളുടെ സക്സസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. കോൺഫിഡൻസ് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്താലും അത് സക്സസ് ആവില്ല. നമുക്കൊരു വിശ്വാസം വേണം. സ്പിരിച്വാലിറ്റി. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നമുക്കൊരു റിലീജിയസ് ബിലീഫ് വേണം, അല്ലേ?